സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംദർ, എസ് മനു എന്നിവരാണ് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. റാഗിംഗ് തടയണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും ഇതു സംബന്ധിച്ച് കൃത്യമായ ചട്ടക്കൂടുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാരണത്താൽ ഒട്ടേറെ റാഗിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഫലപ്രദമായ റാഗിംഗ് വിരുദ്ധ നടപടികൾക്ക് കോടതി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. റാഗിംഗ് തടയുന്നതിന് സംസ്ഥാന ജില്ലാതല റാഗിംഗ് വിരുദ്ധ നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ എന്നിവർ സംസ്ഥാനതല നിരീക്ഷണ സമിതി മുൻപാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്നാണ് വിഷയം പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ കോടതി തീരുമാനിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി സർക്കാരിനോട് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കേസ് നാളെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. ഇതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരായ അന്വേഷണം ഈ മാസം 31-നകം പൂർത്തിയാക്കാൻ ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് മരിച്ച സിദ്ധാർത്ഥിന്റെ മാതാവ് നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന വെറ്റിനറി സർവകലാശാലയുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് നിരസിച്ചു. സമാനമായി തൃപ്പൂണിത്തുറയിൽ 14-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ്. കുടുംബം ഉന്നയിച്ച റാഗിംഗ് പരാതിയിൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സ്കൂളിന് പുറത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടിയെ അലട്ടിയിരുന്നോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തിയ ശേഷം അന്തിമ റിപ്പോർട്ട് ഉടൻ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. തൃപ്പൂണിത്തുറയിലെ 14-കാരൻ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ കുടുംബം റാഗിംഗ് പരാതി ഉന്നയിച്ചതോടെ സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയാവുകയും തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങുകയുമായിരുന്നു. എന്നാൽ മിഹിർ മരിച്ച് 1.5 മാസത്തോളമായിട്ടും റാഗിങ്ങിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിനപ്പുറം നിലവിൽ സംഭവത്തിൽ ആരെയും പ്രതി ചേർത്തിട്ട് പോലും ഇല്ല. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.